Today we are joined by Vipin Venu, a social media influencer inspiring millions. He is also the visionary founder and CEO of Access AdSync Digital Marketing LLC, Dubai. Let's welcome Vipin Venu to Boho Media. ദുബായിലാണ് വിപിൻ ഇൻഫ്ലുവൻസറായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. നാട്ടിലെ കുറേ ടോപ്പിക്സ് എടുത്തിടുന്നുണ്ടെങ്കിലും നാട്ടിലെ പോലെയല്ല, ദുബായിൽ നമ്മൾ ആരും TV കാണില്ല, ന്യൂസ് ചാനൽസ് കാണില്ല. നമ്മൾ ടോട്ടലി ന്യൂസ് അറിയാൻ വേണ്ടി തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇൻസ്റ്റഗ്രാം ആണ് ബേസിക്കലി. ഇപ്പം മഴ വരുന്നുണ്ടോയെന്ന് അറിയണമെങ്കിൽ ഇൻസ്റ്റഗ്രാം വെക്കണം, ഗവൺമെൻറ് റൂൾസ് മാറിയോ, ട്രാഫിക് റൂൾസ് മാറിയോ, അത് എന്തറിയണമെങ്കിലും ഇൻസ്റ്റഗ്രാമിൽ തന്നെയാണ് ഡിപ്പെൻഡ് ചെയ്യുക. അപ്പം ബീങ് ആൻ ഇൻഫ്ലുവൻസർ, ദുബായിൽ നിന്ന് ഒരു എന്തെങ്കിലും ഒരു കണ്ടന്റ് ഇടുമ്പോൾ എത്രത്തോളം അതിന് പ്രിപ്പയർഡ് ആവാറുണ്ടോ? ഓക്കെ, ഇത് റൈറ്റ് ഇൻഫർമേഷൻ ആണ് കൊടുക്കുന്നത്, ബിക്കോസ് ദേ ആർ ഓൺലി ഡിപ്പെൻഡിങ് ഓൺ ഇൻസ്റ്റഗ്രാം. ആ ഒരു എങ്ങനെയാണ് അതിൻ്റെ പ്രിപ്പറേഷൻ, എത്രത്തോളം അതിൻ്റെ അക്കൗണ്ടബിലിറ്റി എടുക്കാനുള്ള പ്രിപ്പറേഷൻ ഉണ്ട്? അത് നമ്മൾ അത്രയും ഒരു റൈറ്റ് സോഴ്സിൽ നിന്ന് മാത്രമേ ദുബായ് റിലേറ്റഡ് വീഡിയോസ് നമ്മൾ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഒരുപാട് ലീഗൽ വശങ്ങളുണ്ടല്ലോ. നമ്മൾ എന്തെങ്കിലും ഒരു കൈൻഡ് ഓഫ് ഒരു മിസ്ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ നിയമപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എനിക്ക് അറിയുന്ന ഒരുപാട് ഫ്രണ്ട്സിന് വരെ ഒരുപാട് ലീഗൽ വലിയ പൈസയുടെ മേബി 20-25 ലക്ഷം രൂപയുടെ വരെ ഫൈൻ, അതുപോലെ തന്നെ നാട്ടിൽ 25 ലക്ഷത്തിൻ്റെ വരെ കേസ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു വീഡിയോയിൽ ഒരു മിസ്ഇൻഫർമേഷൻ പറഞ്ഞതിൻ്റെ പേരിൽ. അപ്പോൾ ശരിക്കും ശ്രദ്ധിച്ചു വേണം ദുബായ് ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങൾ നമ്മൾ ഇവിടെ പറയാനായിട്ട്. റിസ്ക് ഏറ്റെടുക്കാൻ റെഡി ആയിരിക്കണം. അതെ, പക്ഷേ അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഗവൺമെൻറ്റിൻ്റെ, ഞാൻ എന്തെങ്കിലും ദുബായ് റിലേറ്റഡ് വീഡിയോ പറയുകയാണെങ്കിൽ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ സൈറ്റിലുള്ള വിവരങ്ങൾ മാത്രമേ നമ്മൾ പറയാറുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഒരാളെ പറ്റിയിട്ട് എന്തെങ്കിലും പറയാം. അപ്പോൾ നാട്ടിലൊക്കെ നമ്മൾ വീഡിയോസിൽ പലരെ പറ്റി കുറ്റം പറയലും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇവിടെ ഒരാളെ പറ്റി ഒരു കാര്യം പറയുകയാണെങ്കിൽ അയാൾ കേസ് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാവും. അതെ, ലീഗലി ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ദുബായിൽ റിലേറ്റഡ് വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാനും. പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മൾ പുറത്ത് ഒരാളതിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ആ പെട്ട ആൾ എന്തെങ്കിലും കേസ് കൊടുക്കുകയാണെങ്കിൽ അതും എപ്പോഴെങ്കിലും ഒരു സമയം ആ വീഡിയോ റീച്ച് കാണുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പെർമിഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ തീർന്നു, ഭയങ്കര വലിയ പ്രശ്നത്തിലേക്ക് പോകും. നാട്ടിലും അതൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? നാട്ടിൽ അതില്ലാത്തത് മേ ബി അത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ആ ഒരു നമ്മുടെ ഒരു ഫ്രീഡം ആക്ച്വലി നല്ലത് തന്നെയാണ് നമ്മുടെ നാട്ടിൽ. ബാക്കിയുള്ളവരുടെ പ്രൈവസി എഫക്റ്റ് ചെയ്യുന്നില്ലേ? പ്രൈവസി എഫക്റ്റ് ചെയ്യുന്നുണ്ടോയെന്ന് വെച്ചിട്ടുണ്ട്. പക്ഷേ അതിന് അവർക്ക് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ആ ഒരു കൾച്ചർ അങ്ങനെയാണല്ലോ. കുറേ എമിറേറ്റ്സിൻ്റെ ഒക്കെ ഒരു വീഡിയോയിൽ വരാനായിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉള്ളവരായിരിക്കും. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഉള്ളവർ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരും ഒന്ന് ഫെയിമും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാഗ്രഹിക്കുന്നവരായിരിക്കാം. അങ്ങനെയാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഞാൻ ഇനി കുറച്ച് കോട്ട്സ് പറയാം. ഓക്കെ, കേട്ടിട്ട് എന്ത് തോന്നുന്നു അത് പറഞ്ഞു. ഓക്കെ, ഫ്രണ്ട്ഷിപ്പ് ഇസ് നോട്ട് എ ബിഗ് തിങ്, ബട്ട് ഇറ്റ്സ് എ മില്യൺ ലിറ്റിൽ തിങ്സ്. സത്യമാണ്. അതായത് എൻ്റെ ഒരു വളർച്ചയ്ക്ക് അല്ലെങ്കിൽ എൻ്റെ ഇപ്പോഴത്തെ ഒരു സ്റ്റേജിലെത്താനായിട്ട് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തത് എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ്. ഫ്രണ്ട്സിന് അവരുടെ ഒരു എൻകറേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ കാര്യത്തിൽ നമ്മളെക്കാളും കോൺഫിഡൻസ്, നമ്മളൊരു ഇത്രയും റീച്ചിലെത്തും അങ്ങനെയൊക്കെ നമ്മളെക്കാളും കോൺഫിഡൻസ് നമ്മുടെ ഫ്രണ്ട്സിനാണ്. അതുമാതിരി എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ട്സിന് ഇപ്പോൾ എന്താ പറയുക, വളരെ നമ്മൾ നല്ല രീതിയിൽ പുഷ് ചെയ്ത് നമ്മുടെ ഒരു ചെയ്യുന്ന കാര്യത്തിൽ അവർ ഭയങ്കര പ്രൗഡാണ് പലപ്പോഴും. അപ്പോൾ അത് നമുക്ക് കാണുമ്പോൾ നമുക്കും ഒരു പോസിറ്റീവ് ഫീലാണ്. അങ്ങനെ ഷൗട്ട് ഔട്ട് കൊടുക്കാൻ പറ്റിയ ഒരു ഫ്രണ്ടിൻ്റെ പേര് പറ. ഏറ്റവും പുഷ് ചെയ്ത് ഏത് സ്ഥിതിയിലും കൂടെ നിന്ന് നിനക്ക് പറ്റും എന്ന് പറഞ്ഞ് അത്രയും മോട്ടിവേറ്റഡ് ആയ ഒരു ഫ്രണ്ടിന്റെ പേര് പറയാം. ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പോൾ വന്നേക്കുന്ന ഒരു ഫ്രണ്ട് ഇവിടെ തന്നെ ഇരിക്കുന്ന അമ്പാടി, നമ്മുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. നാട്ടിൽ നിന്ന് തന്നെ. അപ്പോൾ അതിപ്പോൾ നാട്ടിൽ വെച്ച് നമ്മളൊക്കെ ഒരുമിച്ച് തന്നെയാണ്. ഇപ്പോൾ ഇവിടെ ദുബായിൽ വന്നിട്ട് ഇപ്പോൾ 7 ദിവസമായിട്ടുള്ള ആൾ. അപ്പോൾ അതുപോലെ തന്നെ വിഷ്ണു, പിന്നെ അങ്ങനെ കുറേ പേരെടുത്ത് പറഞ്ഞ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരൊക്കെ നമ്മളെ ഒരുപാട് സപ്പോർട്ട്. പിന്നെ ഏറ്റവും എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് നിൽക്കുന്നത് എൻ്റെ സിസ്റ്റർ തന്നെയാണ്. സിസ്റ്ററാണല്ലേ? സിസ്റ്ററിനെ പറ്റി വീഡിയോസ് ഒക്കെ ഞാൻ കാണാറുണ്ട്. അതെ, സിസ്റ്ററിന് ഒരു ബർത്ത്ഡേ വിഷ് ചെയ്തൊരു വീഡിയോ, അത് ചൈൽഡ്ഹുഡ് ഫോട്ടോസ് ഒക്കെ ഇട്ടിട്ട്. അതെ, ആ വീഡിയോ ഭയങ്കര എൻ്റെ പ്രൊഫൈലിൽ തന്നെ ഏറ്റവും റീച്ചുള്ളൊരു വീഡിയോ, അത് 5 മില്യനൊക്കെ കടന്നു പോയിട്ടുള്ളൊരു വീഡിയോ ആണ്. ജസ്റ്റ് സിസ്റ്ററിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ എനിക്കൊന്ന് വിഷ് ചെയ്ത് ഞാൻ ഒന്ന് പോസ്റ്റ് ചെയ്തതാണ്. അത് എല്ലാവരും അത് ഏറ്റെടുത്തു. അപ്പോൾ അനീത്തി തന്നെ പറയുന്നുണ്ടായിരുന്നു, എൻ്റെ ലൈഫിലെ ഏറ്റവും കൂടുതൽ ബർത്ത്ഡേ വിഷസ് കിട്ടിയ ബർത്ത്ഡേ ആയിരുന്നു അത്. കാരണം കമൻറ്റ് ചെയ്തവരൊക്കെ ആൾക്ക് പേഴ്സണലി പോയിട്ട് മെസ്സേജ് അയക്കും, വിഷ് ചെയ്യും. അപ്പോൾ ആളും നമ്മളെ എല്ലാ രീതിയിൽ നമ്മുടെ ഫിയാൻസി ആണെങ്കിലും എല്ലാവരും ഫുൾ പുഷ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണ്.
വിപിൻ ഏറ്റവും കൂടുതൽ ഫാമിലി ഓഡിയൻസിൻ്റെ സപ്പോർട്ട് ഇച്ചിരി നല്ല രീതിക്കുണ്ട്. ഞാനത് പറഞ്ഞപ്പോഴാണ് എനിക്ക് എൻ്റെ ഒരു ഹാർട്ട് ഫെൽറ്റ് റെസ്പെക്റ്റ്ഫുൾ ഹാൻഡ് ഷേക്ക് തരണം എന്നുണ്ട്. ബിക്കോസ് ഇവിടെയുള്ള മിക്ക ഇൻഫ്ലുവൻസേഴ്സും വി ഓൾ ആർ ഹിയർ ഫോർ മണി അല്ലേ. നമ്മൾ നാടും നമ്മുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആളുകളെല്ലാം വിട്ടിട്ട് ഇവിടെ നമ്മൾ പൈസക്കായിട്ട് വന്ന് നിൽക്കുക. അപ്പോഴും ചില പെയ്ഡ് പ്രൊമോഷൻസിന് വിപിൻ സെഡ് നോ അല്ലേ. അതുപോലെ എത്ര പേര് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ബട്ട് യു കെയിം വിത്ത് പ്രൂഫ്സ്, ഇത്ര എമൗണ്ട് തരാം. പക്ഷേ ആൽക്കഹോൾ, ഗെയിമിംഗ് ആൻഡ് ഓൾ ദ നെഗറ്റീവ് സ്റ്റഫ്സ് യു സെഡ് നോ. ഫോർ ദാറ്റ് വെരി റെസ്പെക്ട്ഫുൾ ഹാൻഡ് ഷേക്ക് ബിക്കോസ് ഇറ്റ്സ് എ വെരി ബിഗ് തിങ് അല്ലേ. മേ ബി അതുകൊണ്ടായിരിക്കാം കുറേ ഫാമിലി ഓഡിയൻസ് ഉണ്ട്. ഹി ഓൾവേസ് മേക്ക് ഷുവർ ഹി ഈസ് ഇൻഫ്ലുവൻസിങ് അതേഴ്സ് ഇൻ എ റൈറ്റ് വേ. നമ്മൾ ആക്ച്വലി ആ നോ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പല കേസിലും. കാരണം നമുക്ക് എല്ലാവർക്കും പൈസ ആവശ്യമുള്ളതാണല്ലോ. അപ്പോൾ വലിയൊരു എമൗണ്ടൊക്കെ എന്നെ റീസെൻ്റ്ലി ഇവിടുത്തെ ഒരു ആൽക്കഹോൾ, ഒരു വിസ്കിയുടെ ഒരു ബ്രാൻഡായിരുന്നു. അപ്പോൾ അവരുടെ ഷോപ്പ് വിസിറ്റ് ചെയ്തിട്ട് ആ ബ്രാൻഡിനെ പറ്റിയിട്ട് 2 കാര്യങ്ങൾ സംസാരിച്ച് ഒരു വീഡിയോ, റീലും ഒരു സ്റ്റോറിയും പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഏകദേശം 2,30,000 രൂപ കിട്ടും. ഇവിടുത്തെ 11,000 കിട്ടാറുണ്ട്. ഓക്കെ, അപ്പോൾ അത്ര ഓഫർ തന്നിട്ട് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാമായിരുന്നു. പക്ഷേ നമ്മളങ്ങനെ ഒരു നമ്മളത് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്കത് താല്പര്യമില്ലാത്ത, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള ഓഡിയൻസിനെ ഒരു നെഗറ്റീവ് രീതിയിൽ ഗൈഡ് ചെയ്യുന്ന ഒരു കാര്യത്തിലേക്ക് പോകാൻ മനസ്സിലാത്തതുകൊണ്ടും അത് വേണ്ടെന്ന് വെച്ചു. പക്ഷേ ആ സമയത്തൊക്കെ ഞാൻ വളരെ സ്ട്രഗിളിങ് പീരീഡ് ആയിരുന്നു. പൈസയ്ക്കൊക്കെ ആവശ്യമുള്ള ഒരു പീരീഡ് സമയത്ത് പോലും വന്ന പ്രൊമോഷൻ ഇതാണല്ലോ എന്ന് ആലോചിച്ചിട്ട് വിട്ടതല്ലേ. ചില സമയത്തൊക്കെ ആളുകൾ പറയും ലൈക്ക് സ്ക്രീനിൽ കാണുന്ന, ഓൺ സ്ക്രീൻ കാണുന്ന ഒന്നും കണ്ടിട്ട് പേഴ്സണൽ ലൈഫിലേക്ക് അങ്ങനെയൊന്നും ഇൻഫ്ലുവൻസ്ഡ് ആവില്ല എന്നൊക്കെ. റീസെൻ്റ്ലി ഞാനൊരു മൂവി കണ്ടു. അതിൽ ഡ്രഗ്സിനെ ഭയങ്കരമായിട്ട് ലൈക്ക് ഇതെന്തോ വിശുദ്ധ ഡ്രഗ് എന്നുള്ള രീതിയിൽ ഭയങ്കര ഗ്ലോറിഫൈ ചെയ്തിട്ട് ഒരു കേക്ക് എങ്ങനെ കട്ട് ചെയ്യും അതുപോലെ ഇതെങ്ങനെ, എനിക്കത് അറിയില്ല എങ്ങനെയാണെന്നുള്ളത്, അത് ചുരുട്ടുക പൊടിക്കുകയൊക്കെ ചെയ്യുമല്ലോ, അതൊക്കെ ഭയങ്കര ഗ്ലോറിഫൈ ചെയ്ത് യു മസ്റ്റ് റൈറ്റ് എന്നുള്ള രീതിയിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഭയങ്കര സോഫിസ്റ്റിക്കേറ്റഡ് ആക്കി ഇടുമ്പോൾ ഡോണ്ട് യു തിങ്ക് ലൈക്ക് നെക്സ്റ്റ് ജനറേഷൻ ഇസ് നോട്ട് ഇൻ സേഫ് ഹാൻഡ്സ്, സ്പെഷ്യലി ഫോർ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കയ്യിലാണെങ്കിലും മൂവി വേൾഡിലാണെങ്കിലും ദേ ആർ നോട്ട് ഇൻ സേഫ് ഹാൻഡ്സ്. അവരെ വളരെയധികം ശ്രദ്ധിക്കണം. ബട്ട് ദർ ഇസ് നോ ലിമിറ്റ്. നമുക്ക് അവരെ ലിമിറ്റ് ചെയ്യാൻ ഒരു ഓപ്ഷനും ഇല്ല. എവ്രി വൺ ഹാവ് എ സ്മാർട്ട് ഫോൺ. എല്ലാവരുടെയും കയ്യിൽ ഇതുപോലുള്ള വീഡിയോസ് വരും. വാട്ട് ഈസ് ദ ഓപ്ഷൻ ടു സേവ് ദ നെക്സ്റ്റ് ജനറേഷൻ അറ്റ്ലീസ്റ്റ് ഫ്രം ദ ഡ്രഗ്സ്? അത് ആക്ച്വലി നമ്മൾ കേരള പോലീസുമായിട്ട് ഒരു ക്യാമ്പയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ കമ്പനി നാട്ടിലുള്ള സമയത്ത്. ഡ്രഗ്സിനൊക്കെ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ക്യാമ്പയിൻ. ആ വീഡിയോ നമ്മളാണ് ചെയ്ത്, ഒരു ഡിജിറ്റൽ വീഡിയോ ആയിരുന്നു. ആ വീഡിയോ കേരള പോലീസിൻ്റെ ഒഫീഷ്യൽ പേജിൽ അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ അവയർനെസ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ചെയ്യുക, അവയർനെസ് ആയിട്ടുള്ള വീഡിയോസ് ഇറക്കുക, അതിന് സെലിബ്രിറ്റീസൊക്കെ വലിയ സ്റ്റാർസൊക്കെ കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് സംസാരിക്കുക എന്നുള്ളതാണ് മെയിൻ ഒരു കാര്യം. കാരണം അതിലാണ് അവർ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ആവുന്നത് ഇപ്പോഴത്തെ ജനറേഷൻ. ഇപ്പോൾ അറിയാമല്ലോ, സ്കൂൾ തലത്തിൽ പോലും ഡ്രഗ്സൊക്കെ വൈഡ്ലി കിട്ടുന്ന ഒരു ടൈമാണ് നമ്മുടെ നാട്ടിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഫ്ലുവൻസേഴ്സും അതുപോലെ സെലിബ്രിറ്റീസായിട്ടുള്ള ആളുകൾ മുന്നിട്ടിറങ്ങിയിട്ട് അവരൊരു അവയർനെസ് കൊടുക്കുക. അത് മാത്രമേ ഒരു ഓപ്ഷനേ ഉള്ളൂ. അല്ലെങ്കിൽ എല്ലാം കൈവിട്ട് പോകുന്നൊരു പറഞ്ഞ മാതിരി ഫിലിമിലൊക്കെ ഇതേമാതിരി വരുമ്പോൾ അതിനെ ഗ്ലോറിഫൈ ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാത്തവർ പോലും അതെന്താ സംഭവം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് ലൈക്ക് ഭയങ്കര നമ്മുടെ ഡ്രീം മൊമെന്റ്സ് ഒക്കെ കാണിക്കുന്ന പോലെയാണ് വിഷ്വല്. ഭയങ്കര വാം ലൈറ്റ്, ഭയങ്കര ആംബിയൻസ് ഒക്കെ ഇട്ടിട്ട് അത് ഭയങ്കര സോഫ്റ്റ് റൊമാൻറ്റിക് മ്യൂസിക് ഒക്കെ ആയിരിക്കും ബാക്ക്ഗ്രൗണ്ട്. ഞാൻ ഈ റീസെന്റ് ആയിട്ട് കണ്ട ഈ മൂവിന്റെ കാര്യമാണ്. അതെല്ലാവരുടെ മനസ്സിൽ പെട്ടെന്ന് ഇൻഫ്ലുവൻസ് ചെയ്യും. ഓ സോ ഗുഡ്, ഇങ്ങനെ ഇരിക്കുമോ ഇത് എടുത്തിട്ടുണ്ടെങ്കിൽ എന്ന് ഫീൽ ചെയ്യും. എന്തായാലും ഒരു അവയർനെസ് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് കോട്ടിലേക്ക് പോവാം. വി റൈസ് ബൈ ലിഫ്റ്റിംഗ് അതേഴ്സ്. ഐ തിങ്ക് യു ആർ ദ ബെസ്റ്റ് പേഴ്സൺ ടു ആൻസർ ഫോർ ദിസ്. ആക്ച്വലി ഞാൻ എൻ്റെ പ്രൊഫൈലിലെ വീഡിയോസൊക്കെ നോക്കുകയാണെങ്കിൽ അതിൽ കൂടുതലും ഞാൻ മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും കാണാൻ സാധിക്കും. കൂടുതൽ വീഡിയോസ് അങ്ങനെയായിരിക്കും. നമ്മളുടെ സൊസൈറ്റിയിലെ ഏറ്റവും കുറവായിട്ട് കാണാൻ പറ്റുന്നത് ഒരാളൊരു നല്ലൊരു എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അവരൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യാൻ കുറവായിരിക്കും. ചിലപ്പോൾ പലരും മനസ്സിൽ വിചാരിക്കാം കൊള്ളാം എന്ന് വിചാരിക്കും, പക്ഷെ അവർ അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളതൊരു നമ്മൾ ലൈക്ക് ചെയ്യാനൊരു മടി ചിലപ്പോൾ പാട്ട് കൊള്ളാം എന്തെങ്കിലും ആവട്ടെ സ്ക്രോൾ ചെയ്ത് പോകാം. പക്ഷെ അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളത് വലിയൊരു ക്വാളിറ്റി. എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ അപ്രിസിയേഷൻ കിട്ടുന്നത് തന്നെ ഞാൻ മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്ത് ഇതുകൊണ്ടാണെന്ന് വിശ്വസിക്കുന്നത്. ഒരു കർമ്മ പോലെ. കാരണം ചെറിയൊരു കാര്യമാണെങ്കിലും ഒരാൾ നല്ലൊരു പോസിറ്റീവ് ഒരു കാര്യം ചെയ്താൽ ആളെപ്പറ്റി ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്ത് സംസാരിക്കുക എന്നുള്ളത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഞാൻ ചെയ്യുന്ന പല കാര്യങ്ങളും മറ്റുള്ളവരെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നതാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ നമ്മൾ
റേസ് ചെയ്യുന്നത് മറ്റുള്ളവരെ ലിഫ്റ്റ് ചെയ്തിട്ടാണെന്നുള്ളത് ഒരു ശരിക്കും എന്നെ സംബന്ധിച്ച് ഒരു എന്താ പറയുക റെലവൻ്റ് ആയിട്ടുള്ള ഒരു കോട്ട് തന്നെയാണ്. അത് എഴുതാൻ കാരണം എന്തായിരുന്നു? അത് എഴുതാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പല പല വീഡിയോസും ഞാൻ നോക്കുമ്പോൾ യു ആർ ഹെൽപ്പിംഗ് അതേഴ്സ്. ലൈക്ക് കണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറയുമ്പോഴും പല ആളുകളും അതേ മച്ചാ അത് നോക്കി ഇത് നോക്കുന്ന പറഞ്ഞ് അവിടെ റോഡിൽ ഒരു കാറ് കണ്ടു, ഇവിടെ മഞ്ഞക്കാർ, ഇവിടെ ഇങ്ങനെ കാർ ഫാൻസ് തന്നെ തല്ലിക്കൊല്ലരുത്. പക്ഷേ എന്ത് കണ്ടാലും അത് വീഡിയോ എടുത്ത് ഇട്ടിട്ട് കണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറയുമ്പോൾ അതേ പ്ലാറ്റ്ഫോമിൽ തന്നെ വിപിൻ ചെയ്യുന്ന ഒരുപാട് യു ഡൂയിങ് എ ലോട്ട്. ലൈക്ക് ഒരുപാട് കാര്യങ്ങൾ കുറേ സ്ട്രഗിൾ ചെയ്യുന്ന. ഫോർ എക്സാമ്പിൾ റീസെൻ്റ് ആയിട്ട് ദുബായിൽ വന്ന് സ്റ്റക്കായ 2 ലേഡീസ് വിസിറ്റിംഗ് വിസേൻ്റെ വിസ കൊടുത്ത് കയറ്റി വിട്ടു, ഏജൻസി കൈവിട്ടു. അപ്പോഴത്തേക്കും വിപിൻ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് പ്രൊമോഷൻ തരാം, ജസ്റ്റ് നിങ്ങൾ ഇവർക്കൊരു ഹെൽപ്പ് ചെയ്യുക, ഏതെങ്കിലും ഒരു ട്രാവൽ ഏജൻസി. ആൻഡ് ഐ സോ ദ ഫസ്റ്റ് കമന്റ് വാസ് പിൻഡ്. ഞങ്ങൾ റോയൽ ഗ്രൂപ്പിന്റെ ബാവ ഹാജി എന്ന് പറഞ്ഞിട്ട് ആള് വീഡിയോ ഇട്ട് 5 മിനിറ്റിനുള്ളിൽ തന്നെ എന്നെ വിളിച്ചു. 5 മിനിറ്റിനുള്ളിൽ വിളിച്ചിട്ട് പറഞ്ഞു അവർ ഫുൾ സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞു. അവരുടെ വിസ കാര്യങ്ങൾ എല്ലാം ആള് റെഡിയാക്കി തന്നു. 2 ദിവസത്തിനുള്ളിൽ തന്നെ കാര്യങ്ങളൊക്കെ ഓക്കെ, അവർ സേഫ് ഹാൻഡ്സിലായി. That's why I wrote this quote. Okay, I hustled and I conquered. ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു 8 years എന്ന് പറഞ്ഞാൽ കുറച്ച് ലോങ് ജേണി ആയിരുന്നു. അപ്പോൾ ഈ 7 years നമുക്ക് റിസൾട്ടൊന്നും ഇല്ലാതെ നിൽക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ ഫെഡപ്പ് ആവും. ഇത്ര വർഷം ഞാൻ കഷ്ടപ്പെട്ടു, ഒന്നും ഒരു ചേഞ്ചും ഇല്ല. പക്ഷേ അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നതിന് പകരം മുന്നോട്ട് പോയപ്പോഴാണ് എനിക്ക് ആ ഒരു റിസൾട്ട് പെട്ടെന്നൊരു ബ്രേക്ക് ത്രൂ ഇവൻ്റ് വന്നതും ആ ഒരു പോയിന്റിലാണ് ഞാൻ പെട്ടെന്ന് ഗ്രോ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു നമ്മൾ ഹസിൽ ചെയ്തുകൊണ്ടാണല്ലോ അത് നേടാൻ പറ്റിയത്. അപ്പോൾ നമ്മളത് ആ 7 year ആയപ്പോൾ നിർത്തിപ്പോയായിരുന്നെങ്കിൽ ഞാൻ ഫുള്ളി വേറെ ഏതെങ്കിലും തലത്തിലേക്ക് പോയാൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു ഹസ്ലിംഗ് മെൻറ്റാലിറ്റി, ആ ഒരു പെർസിവറൻസ് കണ്ടിന്യൂ ചെയ്തിട്ട് തന്നെ മുന്നോട്ട് പോകണം. സ്ട്രഗ്ലിംഗ് പീരീഡ് ഫേസ് ചെയ്യുന്നതിനെ പറ്റി ഞാൻ അറിഞ്ഞത് ജോഷ് ടോക്ക് വഴിയാണ്. ഇഫ് എനിവൺ വാണ്ട് ടു നോ ദാറ്റ് ആ കോൺകറിങ് മൊമെന്റ് എങ്ങനെ ഉണ്ടായി നോക്കണമെന്നുണ്ടെങ്കിൽ ഫുൾ ആ ജോഷ് ടോക്ക് വീഡിയോ കണ്ടാൽ മതി. അത് ശരിക്കും ഒരു 4 years മുമ്പ് ഞാൻ പറഞ്ഞ വീഡിയോ ആയിരുന്നു. അത് ദുബായിൽ വരുന്നതിലും മുൻപ് പറഞ്ഞ ജോഷ് ടോക്ക് ആയിരുന്നു. അതിനുശേഷം ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു ലൈഫിൽ. അപ്പോൾ ജോഷ് ടോക്കാരനോട് 2ാമത് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇനി കൊച്ചിയിൽ വരുമ്പോൾ 2ാമത്തെ ജോഷ് ടോക്ക് പറയണമെന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നാട്ടിൽ വരുമ്പോൾ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ തന്നെ പറഞ്ഞു. അപ്പോൾ 4 വർഷം മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ള ആ വീഡിയോയിൽ ദുബായിൽ വന്നിട്ടില്ല, നമ്മളൊന്നും തുടങ്ങിയിട്ടില്ല. അന്ന് എനിക്ക് ഒരു 60K അടുത്ത് ഫോളോവേഴ്സേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞ വീഡിയോ ആയിരുന്നു അത്, ആ വീഡിയോ. അപ്പോൾ അത് ഇനിയും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർ 2ാമതൊരു ചാൻസ് തന്നേക്കുവാണ്. ഇനി കൊച്ചിയിലാണ് അവരുടെ സ്റ്റുഡിയോ. വരുമ്പോൾ ജോഷ് ടോക്ക് എപ്പിസോഡ് 2 പാർട്ട് 2 ചെയ്യാനായിട്ട്. അത് തന്നെ ഒരു ഗ്രേറ്റ് സക്സസ്. അവരടുത്ത് പോയിട്ട് അത് സക്സസ് അല്ലെങ്കിൽ അവർ നിങ്ങളെ പിന്നെ വിളിക്കില്ല അല്ലേ? അപ്പോൾ വിപിനെ വീണ്ടും വിളിച്ചിട്ടുണ്ടെങ്കിൽ ദേ ആർ ലൈക്ക് ഓ ഗ്രോത്ത് ആണല്ലോ. ഗ്രോത്ത്, അതെ. ഓക്കെ, രത്തൻ ടാറ്റ ഇത് ഫസ്റ്റ് വീഡിയോ ആയിരുന്നല്ലേ, ഇൻസ്റ്റാഗ്രാമിലെ ഫസ്റ്റ് വീഡിയോ രത്തൻ ടാറ്റ. വാട്ട് യു ഫീൽ ടു ടെൽ അബൌട്ട് രത്തൻ ടാറ്റയെ പറ്റി? ആ ഫസ്റ്റ് വീഡിയോ പറഞ്ഞത് തന്നെ ഞാൻ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്ന, അതുപോലെ തന്നെ ഞാനൊരു ഇൻസ്പിറേഷനായിട്ട് കാണുന്ന വ്യക്തിയാണ് രത്തൻ ടാറ്റ. അപ്പോൾ അദ്ദേഹം മരിച്ച ആ ദിവസം തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ വീഡിയോ മേ ബി പറഞ്ഞിട്ടുണ്ടാവുക ആ ദിവസമായിരിക്കാം. ഇംഗ്ലീഷിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇംഗ്ലീഷ് അധികം ഞാൻ പറയാറില്ല, പക്ഷേ ആ ഒരു വീഡിയോ എനിക്ക് അത്രയും വളരെ ഡീപ്പായിട്ട് ടച്ച് ചെയ്തുകൊണ്ട് ഇംഗ്ലീഷിലൊരു കണ്ടന്റ് അത് നല്ല രീതിയിൽ റീച്ച് ഔട്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊരു റോൾ മോഡലായിട്ട് കാണുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടും ആള് നമ്മുടെ രാജ്യത്തിനെ ഷേപ്പ് ചെയ്തെടുക്കാൻ കാരണമായിട്ടുള്ള ഒരാളായതുകൊണ്ട് ഞാൻ ഒരുപാട് അദ്ദേഹത്തിൻ്റെ ഒരുപാട് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും വിഷണറി ആയിട്ടുള്ള പല കാര്യങ്ങളും ഞാൻ വീഡിയോസിലൂടെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ആർക്കും അധികം അറിയാത്ത കുറച്ച് സ്റ്റോറീസ്, അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റോറീസൊക്കെ ഞാൻ എൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പറയുമ്പോൾ ഞാൻ ഒരുപാട് പ്രൗഡാണ്. കാരണം അദ്ദേഹത്തെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഓഡിയൻസിനോട് പറയാമെന്നുള്ളതും സന്തോഷമുള്ള കാര്യമാണ്. ഓക്കെ, ഹീലിംഗ് ഈസ് അബ്സല്യൂട്ട്ലി പോസിബിൾ. അതെ, ഹീലിംഗ് ഈസ് അബ്സല്യൂട്ട്ലി പോസിബിൾ എന്ന് പറയാൻ കാരണം ഞാനും ഒരുപാട് ഹീലിംഗ് ഫേസസ് കഴിഞ്ഞ് വന്ന ഒരാളാണ്. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ ഒരു ലൈഫിൽ ഇത്രയും നമ്മൾ ഫെഡപ്പായിട്ടുള്ള സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ വിചാരിക്കും പോസിബിൾ അല്ല എന്ന് വിചാരിക്കും. നമ്മൾ ഇതോടുകൂടി തന്നെ നമ്മൾ കഴിഞ്ഞു എന്നൊക്കെ വിചാരിക്കും. പക്ഷേ അവിടെ നിന്നും നമുക്കൊരു ഹോപ്പ് ഉണ്ടാകുന്നത് പല ഹെൽപ്പിംഗ് ഹാൻഡ്സ് ഉണ്ടാകുമ്പോഴായിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളെന്തായാലും നമ്മളിപ്പോൾ ഒരു ലോങ് ക്യൂവിൽ നിൽക്കുകയെന്ന് വിചാരിക്കാം. ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കുറച്ച് ആശ്വാസവും, കുറേ പേര് ബാക്കിൽ നിൽക്കുന്നുണ്ടല്ലോ. അത് അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു, അങ്ങനെയല്ല, എത്ര എത്തി നമ്മളിവിടെ എത്തിയിട്ടില്ല.
ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. നമ്മളിപ്പോൾ ഒരു ലോങ് ക്യൂവിൽ നിൽക്കുകയാണ്, അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ ചിലപ്പോൾ കുറേ ദൂരം ഉണ്ടായിരിക്കും, പക്ഷെ നമ്മൾ തിരിഞ്ഞ് നോക്കുമ്പോൾ കുറച്ചൊരു ആശ്വാസം. അപ്പോൾ നമ്മൾ എവിടേക്കോ ഉണ്ട്, പ്ലേസ് ആയിട്ടുണ്ട് എന്നുള്ളൊരു വിശ്വാസം മനസ്സിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഹീലിംഗ് എന്നുള്ളൊരു കാര്യം നമ്മുടെ ലൈഫിൽ എന്തായാലും ആ ഒരു ഹീലിംഗ് പോസിബിളാണ്. എത്ര മോശം അവസ്ഥയിൽ നമ്മളാണെങ്കിലും നമുക്ക് കയറി വരാൻ പറ്റും. നമ്മൾ ഇടയ്ക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ഇഷ്യൂസും ഒക്കെ വന്ന സമയത്ത് പല അലഗേഷൻസ് പലർക്കെതിരെയും വന്നിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഒബ്വിയസ്ലി പലരും സംസാരിക്കാൻ വിട്ടുപോയ കാര്യങ്ങൾ അല്ലെങ്കിൽ ആ സമയത്ത് സംസാരിക്കാൻ പറ്റാതുണ്ടായ സിറ്റുവേഷൻസ് ആയിരിക്കും, ഒന്നും പുറത്ത് പറയാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ആയിരിക്കും. ബട്ട് കുറച്ച് നാളുകൾക്ക് ശേഷം ദേ ഫീൽ ലൈക്ക് ഓക്കെ ദിസ് ഇസ് എ ടൈം ഐ മസ്റ്റ് ടോക്ക് അബൌട്ട് ഇറ്റ്, ഐ മസ്റ്റ് സ്പീക്ക്. ഇനിയും പല ആളുകളെയും മറച്ചു വെക്കാൻ പാടില്ല എന്നുള്ള റീസണിൽ പലപ്പോഴും പറയുമ്പോഴും അവിടെയും കുറേ ഫേക്ക് അലഗേഷൻസ് വന്ന് ഒരുപാട് പേര് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റായിട്ട് നിവിൻ പോളിക്കെതിരെ ഒരു ഫേക്ക് അലഗേഷൻ വന്നു. ബട്ട് ആസ് ഹീസ് എ സ്റ്റാർ, പുള്ളി ഒരു പ്രസ് മീറ്റ് വിളിച്ചു, ഹി വാസ് റെഡി ടു പ്രൂവ് അല്ലേ, എല്ലാവർക്കും മുമ്പിൽ വന്നു, ഐ എം റെഡി ടു ഫൈറ്റ് എന്ന് പറഞ്ഞു, പ്രൂവ് ചെയ്തു. പ്രൂവ് ചെയ്യാൻ വന്നപ്പോഴും പ്രൂവ് ചെയ്ത് കഴിഞ്ഞപ്പോഴും ഓൺലി ഹിസ് ഫേസ് വാസ് ദെയർ ഓൺ സ്ക്രീൻ അല്ലേ. ഫേക്ക് അലഗേഷൻ വന്നെങ്കിൽ പോലും ഏത് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിലും ഓക്കെ അവൾ ഇത്രയും പഠിച്ചു മിടുക്കിയാണെന്നുള്ളൊരു ടോക്ക് വരും. ഇനി അല്ലെങ്കിൽ ഓക്കെ അവർ അനുഭവിച്ചതാണ് ഫേസ് കാണിക്കേണ്ടത്. ബട്ട് ഓൾവേസ് വൈ ജെൻസ്, ഓൾവേസ് വൈ മെൻ ഓൺ സ്ക്രീൻ. ഞാൻ ആക്ച്വലി ഇതിനെ പറ്റിയിട്ട് വീഡിയോ ആ സമയത്ത് എല്ലാ ടൈമിലും ചെയ്തിട്ടുണ്ടായിരുന്നു. നിവിൻ പോളിക്കെതിരെ അലിഗേഷൻ വന്ന സമയത്ത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ വിധി വന്ന സമയത്തും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സെയിം കാര്യം പറഞ്ഞിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ആ പരാതി കൊടുത്ത ആളെ എവിടെയും കാണുന്നില്ല നമ്മൾ, പക്ഷേ ആ പരാതി ആരോപണം ഉന്നയിച്ച വ്യക്തിനെ എല്ലായിടത്തും സ്ക്രീനിൽ കാണിക്കുന്നു, സോഷ്യൽ മീഡിയ മൊത്തം നിറച്ച് വയ്ക്കുന്നു. പക്ഷെ അപ്പോഴും ആ പരാതി കൊടുത്ത ആളെപ്പോഴും സേഫാണ്. അതൊരു ഫേക്ക് പരാതിയാണെന്ന് അറിഞ്ഞിട്ട് പോലും ആൾ സേഫാണ്, ആളുടെ മുഖം കാണിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ എപ്പോഴും അത് നമ്മുടെ സൊസൈറ്റി അങ്ങനെ ഒരു ജെൻസിന് അങ്ങനെ ഒരു കാര്യം ഒരു ടാഗ് ലൈൻ വെച്ച് ഏൽപ്പിച്ച പോലെയാണ്. ഇങ്ങനെ ഒരു ആരോപണം വന്നിട്ടുണ്ടെങ്കിൽ അവരെ കാണിക്കണം, മറ്റുള്ളവരെ കാണിക്കണം. ഒരു ആരോപണം വന്നിട്ടുണ്ടെങ്കിൽ അവർ റോങ് ആണ്, അല്ലെങ്കിൽ ഒരു 3 ആരോപണം വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം റോങ് ആണ്. വിധി എഴുതുകയാണ് ആളുകൾ മുന്നേ. ഒരു പ്രോപ്പറായിട്ട് തെളിവുകളില്ലെങ്കിൽ പോലും ആളുകളുടെ മനസ്സിലാവും അവരെന്തുണ്ട്. ഫേക്ക് അലഗേഷൻ ആണെങ്കിൽ ഇൻ കേസ് ഓഫ് ഫേക്ക് അലഗേഷൻസ് ഒരു ലേഡി അത് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ലൈക്ക് ഓക്കെ ഞാൻ അവൻ്റെ കരിയർ സ്പോയിൽ ചെയ്തു, ഇനി അവൻ കഴിഞ്ഞു എന്നൊരു ആ ഒരു പ്രൗഡ് മൊമെന്റ് ഉണ്ടല്ലോ, അത് എവിടെയാണ് അതിൽ ഇക്വാളിറ്റി? വേർ ഇസ് എ ജസ്റ്റിസ് ദെയർ? ജസ്റ്റിസ് ഡിനൈഡ് ആൻഡ് ജസ്റ്റിസ് ഡിലൈഡ് എല്ലാം അല്ലേ? ഇക്വാലിറ്റി അവിടെ ഇല്ല ആക്ച്വലി. ശരിക്കും ഇപ്പം നിവിൻ പോളി അന്ന് ചെയ്ത ഒരു ലൈക്ക് ആളതിന് റിയാക്ട് ചെയ്ത രീതി വളരെ നമുക്ക് മാതൃകാപരമാണ്. കാരണം ആൾ ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് വന്നു, ആൾ അതിന് ലീഗലായിട്ട് പോകുമെന്ന് പറയുന്നു. അത് മാതൃകാപരമാണെന്ന് പറയുമ്പോൾ ഹി ഹാവ് മണി അല്ലെങ്കിൽ ഹി ഹാവ് ഫെയിം. അല്ല, ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ ആൾക്ക്, അങ്ങനെ തെറ്റ് ചെയ്തിട്ടില്ല എന്നൊരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് ആൾ അത്രയും ലൈം ലൈറ്റിൽ വന്ന് പറഞ്ഞത്. സാധാരണ ആളുകൾക്കെതിരാണ് ഈ അലിഗേഷൻസ് വരുന്നുണ്ടെങ്കിൽ എത്ര പേര് അങ്ങനെ തളർന്നു പോവില്ലേ? എത്ര പേര് പ്രസ് മീറ്റ് വിളിക്കാൻ പോകും, എത്ര പേര് പോലീസിന്റെ അടുത്ത് പോകും, എത്ര പേര് ഇതിന്റെ പിന്നാലെ പൈസ ചെലവാക്കണം എന്നാലോചിച്ച് മിണ്ടാണ്ടിരിക്കും. നാണക്കേട് വിചാരിച്ചിട്ടും എല്ലാം കൊണ്ടും പലരും അത് ഒരാളുടെ ലൈഫ് ഡിസ്ട്രോയ് ചെയ്യാൻ ഒരാളിങ്ങനെ വിചാരിച്ചാൽ മതി. എസ്പെഷ്യലി ഓൺ സ്ക്രീനിൽ നിൽക്കുന്ന ഇൻഫ്ലുവൻസേഴ്സിനും അത് ബാധകമല്ലേ? വൺ ഡേ വന്നിട്ട് എനിക്കിങ്ങനെ പ്രൊമോഷൻ ചെയ്തു. എൻ്റെ പേഴ്സണൽ ഒരു എക്സ്പീരിയൻസിൽ പറയാണ്. ഒരിക്കലും ഒരു വീഡിയോയിൽ വന്നിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ കുട്ടിയുടെ ആക്രമിച്ച കേസ് വന്നല്ലോ, ആളെ വെച്ച് സംസാരിച്ചപ്പോൾ ആളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫ്രണ്ട് വന്നിട്ട് ഇതുപോലെ എൻ്റെ വീഡിയോയ്ക്ക് ഒരു ലേഡിയുടെ പേരിൽ വന്ന് കമൻറ്റ് അടിച്ചു, മോശമായിട്ട് നമ്മളെ പറ്റി, ഇയാൾ എന്നോട് മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലേഡിയുടെ പേരിൽ കമൻറ്റ് വന്നു. എൻ്റെ പ്രൊഫൈലിൽ ആദ്യമായിട്ട് അങ്ങനെ ഒരു കമൻറ്റ് വരുന്നത്. അപ്പോൾ അത് എനിക്ക് വന്നൊരു ആരോപണമാണല്ലോ, എനിക്കെതിരെ വന്നൊരു ആരോപണം, ഞാൻ മോശമായിട്ട് ഒരാളോട് സംസാരിച്ചു. അപ്പോൾ ഞാൻ അതപ്പോൾ തന്നെ എടുത്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ എൻ്റെ സ്റ്റോറിയിലിട്ട് പറഞ്ഞു ഇതൊരു ഫേക്ക് അക്കൗണ്ടാണ്, ഞാനങ്ങനെ ആരോട് മോശമായിട്ട് അങ്ങനെ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ സ്റ്റോറി കണ്ടിട്ട് ആ ഫേക്ക് അക്കൗണ്ട് യൂസ് ചെയ്തിട്ടുള്ള ഒറിജിനൽ ഒരു ലേഡിയുടെ ഫോട്ടോ, ആ ഫോട്ടോ ഉള്ള ശരിക്കുള്ള ലേഡി വന്നിട്ട് എനിക്ക് മെസ്സേജ് അയക്കുകയാണ്, ഈ ഫോട്ടോ എൻ്റെ ഫോട്ടോ ആണ് ബ്രോ എന്ന് പറഞ്ഞിട്ട് ആ ലേഡി എനിക്ക് മെസ്സേജ് അയക്കുക, റിയൽ ആയിട്ടുള്ള ലേഡി മെസ്സേജ് അയക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 2 കാര്യങ്ങളും വെച്ചിട്ട് സൈബർ സെല്ലിന് മെയിൽ അയച്ചു. സൈബർ സെല്ലിൽ എന്നെ കോൺടാക്ട് ചെയ്തു, ഇതൊരു ഫേക്ക് ആയിട്ടുള്ള പ്രൊഫൈൽ, വേറൊരു ലേഡിയുടെ ഫോട്ടോ യൂസ് ചെയ്തിട്ട് ഒരു പ്രൊഫൈൽ ഉണ്ടാക്കി നമുക്കെതിരെ ആരോപണങ്ങൾ പറയുക. അപ്പോൾ ആ റീൽ പറഞ്ഞ ആൾ കിട്ടുകയും ചെയ്തു നമുക്ക്. എന്നിട്ട് സോറിയൊക്കെ പറഞ്ഞ് അത് സോൾവ് ചെയ്തു. ഒരു ആൺകുട്ടിയായിരുന്നു, അത് ഒരു ബോയ് ആയിരുന്നു.
പല ഡേറ്റിംഗ് ആപ്സുകളിലൊക്കെ നമ്മൾ അക്കൗണ്ട് എടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഫേസ്, ഫിംഗർ പ്രിന്റ് അങ്ങനെയുള്ള കുറേ കൊടുത്തെങ്കിലേ അങ്ങനെ ഒരു ഇത് എടുക്കാൻ പറ്റുള്ളൂ. ബട്ട് ഇൻസ്റ്റാഗ്രാമിലൊന്നും അങ്ങനെയില്ല. ജസ്റ്റ് പക്ഷേ ആൾക്കാർക്ക് അറിയാത്തൊരു കാര്യമുണ്ട്. നമുക്ക് സൈബർ സെല്ലിൽ ഒരു പ്രോപ്പർ പരാതി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ഫേക്ക് ഐ ഡി ആണെങ്കിലും അവരുടെ IP വെച്ച് ട്രാക്ക് ചെയ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇത് കുറേ പേർക്ക് അറിയില്ല. ഈ അറിയാത്തതുകൊണ്ടാണ് എല്ലാവർക്കും ഫേക്ക് ഉണ്ടാക്കി കമൻ്റ് അടിച്ചാൽ എന്തും പറയാമെന്നുള്ളൊരു തോന്നൽ വരുന്നത്. പക്ഷെ പിന്നാലെ പോകാൻ പറ്റാത്ത മടി കൊണ്ട് പലരും വിടുന്നതാണ് ഈ ഫേക്ക് കമന്റ്സ് വരുന്നത്, ഫേക്ക് അക്കൗണ്ടിൽ വരുന്ന കമന്റ്. അതെ. പക്ഷേ ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളൊരു എങ്ങനെ മെയിൽ അയക്കണം, സൈബർ സെല്ലിനെ എങ്ങനെ നമ്മൾ അപ്രോച്ച് ചെയ്യണം എന്നൊക്കെ. അത്രയും മോശമായിട്ടൊക്കെ എന്തെങ്കിലും കമൻറ്റ് വരികയാണെങ്കിൽ ആർക്കും വേണമെങ്കിലും ആരും പേടിച്ചിരിക്കേണ്ട കാര്യമില്ല. ഒരു മെയിൽ അയച്ചാൽ മതി. സൈബർ സെല്ലിൽ അവർ IP അഡ്രസ്സ് ട്രാക്ക് ചെയ്ത് നിയമപരമായിട്ട് തന്നെ അവർക്കെതിരെ ആക്ഷൻ എടുക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഫേക്ക് അക്കൗണ്ടിലൊക്കെ എന്തും വിളിക്കാം, എന്തും പറയാമെന്നുള്ള ഒരു ഇത് ആർക്കും ഇനി വേണ്ട എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ ഓഡിയൻസിനിടയ്ക്ക് ഞാൻ പറയാറുണ്ട്. വീഡിയോ എത്ര ഫാസ്റ്റ് ആയിട്ട് അവർ റെസ്പോണ്ട് ചെയ്യും? അത് സൈബർ സെല്ലിൽ എനിക്ക് 24 hours നാട്ടിലെ കാര്യമാണ്. നാട്ടിലെ കാര്യം പറയാം, ദുബായിലല്ല, നാട്ടിലത്തെ കാര്യം പറയാം. നാട്ടിൽ സൈബർ സെല്ലിൽ 24 hours തന്നെ നമുക്ക് അതിൻ്റെ റിവേർട്ട് തന്നിട്ടുണ്ടായിരുന്നു. മെയിലിന് പെട്ടെന്ന് തന്നെ ആക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ആളുടെ ID അടക്കം നമുക്ക് കിട്ടിയായിരുന്നു. ഒരു ആൺകുട്ടിയായിരുന്നു ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി നമുക്കെതിരെ ഇങ്ങനെ പറഞ്ഞത്. അത് ഈ പറഞ്ഞ ഈ ആക്രമിച്ച കുട്ടി എന്ന് പറഞ്ഞില്ലേ, ആ പ്രതിയുടെ ഫ്രണ്ടായിരുന്നു ഈ പറഞ്ഞ ആൾ. അപ്പോൾ എന്ത് പേഴ്സണൽ റിവെഞ്ച്, എന്ത് ഗ്രഡ്ജ് ഉണ്ടെങ്കിലും ഇതുപോലെ ഫേക്ക് അക്കൗണ്ട്സ് എടുത്തിട്ട് വന്ന്. അതെ, ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ആക്രമിക്കാനായിട്ടുള്ള അവർക്കൊരു ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലി, ഞാൻ അങ്ങനെ എൻ്റെ ഫാമിലി എല്ലാം ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ പറയുന്നതുകൊണ്ട് തന്നെ എല്ലാവരും അറിയാം. സിസ്റ്റർ ആണെങ്കിലും ഫിയാൻസൊക്കെ ആണെങ്കിലും. അപ്പോൾ അവർക്ക് മെസ്സേജ് അയക്കുക, അവരെ ത്രട്ടൺ ചെയ്യുക. അതെങ്ങനെയാണ് വരുന്നത്? ഇപ്പം അതെനിക്ക് മനസ്സിലാവില്ല. അത് ഞാൻ മുമ്പും കേട്ടിട്ടുണ്ട്. ഇപ്പം ഓക്കെ, ഇൻഫ്ലുവൻസർ, അത് ഇൻഫ്ലുവൻസിങ് എന്നുള്ളൊരു ജോലിയിൽ അതൊരു പാഷൻ ആണെങ്കിലും ജോലിയാണെങ്കിലും അത് ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ അതിനെതിരെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ, മേക്ക് അനദർ വീഡിയോ ഓർ കണ്ടന്റ് എന്തെങ്കിലും ചെയ്യുക, അല്ലെങ്കിൽ കമന്റ്സ് ഇടുക, അല്ലെങ്കിൽ പേഴ്സണലി മെസ്സേജ് അയക്കുക. ഹൗ ദേ ആർ റീച്ചിങ് ഔട്ട് ടു ദ ഫാമിലി, അത് ഭയങ്കര സാഡ് പാർട്ടല്ലേ? അവരുടെ പീസ്ഫുൾ ലൈഫ് അല്ലേ അത് അഫക്റ്റഡ് ആവുന്നത്? റിയാക്ട് ചെയ്യാറുണ്ട് അവർ മാക്സിമം. അവരൊക്കെ സിസ്റ്ററൊക്കെ ആണെങ്കിൽ തന്നെ ചിലരൊക്കെ ബ്ലോക്ക് ചെയ്ത് കളയാറുണ്ട് മെസ്സേജൊക്കെ വരുമ്പോൾ. അവൾക്ക് അറിയാം എങ്ങനെ നിൽക്കണം എന്നൊക്കെ. കാരണം ചില ആൾക്കാർ റിവെഞ്ചിന് വേണ്ടിയിട്ട് അവർക്ക് അറിയാം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാമിലിയാണ്. അപ്പോൾ ഫാമിലിനെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അവരെന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ ഹർട്ടാവുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് അവരങ്ങനെ പോകുന്നത്. എന്തിനും മടിയില്ലാത്ത കുറേ ആളുകളാണ്. അതൊക്കെ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ പറയാൻ മാത്രമേ ധൈര്യമുള്ളൂ. നേരിട്ട് വന്ന് പറയാനുള്ള ഗട്സില്ലാത്തവരാണ് ഇങ്ങനെ കിടന്ന് കമൻ്റ് അടിക്കുന്നവരും ഭൂരിഭാഗം ആളുകളും. നേരിട്ട് അങ്ങനെ വന്ന് നമ്മൾ എടുത്തു നിന്നിട്ട് കുറച്ച് ആ സോഷ്യൽ മീഡിയ കിടന്ന് കാണിക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അത് നേരിട്ട് കാണിക്കുന്ന ധൈര്യമില്ലാത്തവരാണ് അങ്ങനെ ചെയ്യുന്നത്. Being an influencer for 8 years, what hope do you have? Like influencersന് സൊസൈറ്റിയിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് മാറ്റം കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇൻ വിച്ച് ഏരിയ, ലൈക്ക് എന്തെങ്കിലും ഒരു ഹോപ്പ് ഉണ്ടോ? നമുക്ക് ആക്ച്വലി ഇനി വരുന്ന ജനറേഷൻ ആണെങ്കിൽ തന്നെ നമുക്കൊരു വലിയൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. കോണ്ടൻറ് ക്രിയേറ്റേഴ്സിനാണെങ്കിലും ഇൻഫ്ലുവൻസേഴ്സിനാണെങ്കിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ സൊസൈറ്റിയിലൊരു മാസീവ് ചേഞ്ച് കൊണ്ടുവരാനായിട്ട് എല്ലാവരും ഒരുപോലെ നിന്ന് എല്ലാവരും ഒരു പോസിറ്റീവ് മൈൻഡോട് കൂടി തന്നെ പ്രവർത്തിക്കുകയാണെങ്കിൽ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതിന് കൂടുതലും നമ്മൾ ഈ നെഗറ്റിവിറ്റീനെ മാറ്റി, ലൈക്ക് ഇപ്പോൾ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം ചെയ്ത് റീച്ച് ഔട്ട് ആവാൻ നോക്കുന്നതാണ് കൂടുതൽ ആളുകളും. കാരണം ഈസിയാണ്. എന്തെങ്കിലുമൊക്കെ ഒരു ആളുകൾക്ക് യൂസ്ഫുൾ അല്ലാത്തതും അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഇപ്പോൾ പറഞ്ഞ ഡ്രഗ്സും കാര്യങ്ങളുടെ ഇപ്പോൾ കുറേ ട്രെൻഡ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ റീച്ച് ഔട്ട് ആവാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. പെട്ടെന്ന് റീച്ച് ആവും, കുറേ ഫോളോവേഴ്സ് കിട്ടും. കുറേ തെറിയൊക്കെ പറഞ്ഞൊക്കെ പോസ്റ്റൊക്കെ ചെയ്യണവർക്കായിരിക്കും കൂടുതൽ ഫോളോവേഴ്സ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് ഫെയിം ഉണ്ടാക്കുക, റീച്ച് ഉണ്ടാക്കുക, ഫോളോവേഴ്സ് ഉണ്ടാക്കുക, അതൊക്കെ എളുപ്പമുള്ള കാര്യമായതുകൊണ്ട് എല്ലാവരും എളുപ്പത്തിൻ്റെ വഴിക്ക് പോകും. പക്ഷെ നമ്മളൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം, ഒരു പോസിറ്റീവ് ആളുകളുടെ ലൈഫിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യം ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ സൊസൈറ്റിയിലൊരു ചേഞ്ച്, ഒരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും. അത് മാത്രമല്ല ആ ഒരു ഇൻഫ്ലുവൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് വരുന്ന കാലഘട്ടത്തിൽ എന്തായാലും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന് വലിയൊരു പ്രാധാന്യമുണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ. ഒരു പോസിറ്റീവ് ചേഞ്ച് കൊണ്ടുവരാൻ, അതുവഴി ഒരുപാട് ആളുകളെ ഹെൽപ്പ് ചെയ്യാനും. ഇപ്പോൾ ഞാൻ ഓരോരുത്തർക്ക് കുറേ നീഷ് ഉണ്ടല്ലോ. അപ്പോൾ എൻ്റെ നീഷ് പോലെ തന്നെ എൻ്റെ സോഷ്യലായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു. എന്നാൽ വേറെ കുറേ ആളുകൾ ഇപ്പോൾ സൈക്കോളജി പരമായിട്ടുള്ള വീഡിയോസ് ചെയ്യുന്ന കുറേ ആളുകളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഒരുപാട് മെൻ്റൽ സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട് പല ആളുകൾക്കും. അപ്പോൾ പലരെയും ചില ആത്മഹത്യയുടെ വക്കീൽ നിന്നൊക്കെ രക്ഷിച്ചുകൊണ്ട് വന്നിട്ടുള്ള കുറേ ഇൻഫ്ലുവൻസേഴ്സൊക്കെ ഉണ്ട്. പലരും പറഞ്ഞിട്ടുണ്ട് പല വീഡിയോസിലൊക്കെ. അപ്പോൾ മാനസികമായിട്ടുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് വലിയൊരു ഫാക്ടറാണ്. അത്തരത്തിൽ ഒരുപാട് പോസിറ്റീവ് വീഡിയോസ് പറയുന്ന, ഒരുപാട് നന്മയുള്ള കുറേ വീഡിയോസൊക്കെ പറയുന്ന
അതിനെ പറഞ്ഞ മാതിരി കുറേ ആളുകൾ നന്മമാരെന്നൊക്കെ പറഞ്ഞ് ഇതാക്കും, കളിയാക്കും. പക്ഷെ സ്റ്റിൽ അത് സൊസൈറ്റിയിൽ സംബന്ധിച്ച് ഒരു അസെറ്റാണ് അവരൊക്കെ. അപ്പോൾ അതുപോലെ എനിക്ക് മനസ്സിലാക്കിയ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇവിടുന്ന് വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഇൻഫ്ലുവൻസേഴ്സിന് സൊസൈറ്റിനെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ മാറ്റിയെടുക്കാനായിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. I wish you can contribute Sure. in that area. Okay. Sincerely, Vipin, ഞാൻ ഒരുപാട് ഇൻഫ്ലുവൻസസിൽ കണ്ടതിൽ you are doing that contribution bit better. Okay. Thank you. I wish you all the success. Thank you. AdSeek ഡിജിറ്റൽ മാർക്കറ്റിംഗ് LLC അതും വളരട്ടെ. നെക്സ്റ്റ് ഓരോ പല കൺട്രീസിലായിട്ട് ഓരോ ബ്രാഞ്ചസ് വരട്ടെ. I wish you all the very best. Thank you for joining us. Thank you.